ഹലോ എവ്രി വൺ, ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി ചൈതി. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ പുല്ലേപ്പടിയിലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നും അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ കോളേജ് ഇപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയേക്കണേണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് അലോയ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നിപ്പോൾ എറണാകുളത്ത് നല്ല കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒട്ടുമിക്ക ആളുകളും ഡെയിലി എന്തായാലും പറ്റിക്കപ്പെടുന്നുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, പല മേഖലകളിൽ എല്ലാവരും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പാർട്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നില്ലെങ്കിൽ ഷോറൂമിൽ വിസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്പെയർ പാർട്സ് കിട്ടുന്ന കടയിൽ പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെല്ലാം അറിയാമല്ലോ, ചാർജ് ഉണ്ട്, പിന്നെ GST ടാക്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റിയതല്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ സ്ക്രാപ്പ് ഐറ്റംസ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞ പോലെ പുല്ലേപ്പടി എന്നിട്ടുള്ള സ്ഥലത്താണ്. ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഷെവർലെറ്റിൻ്റെ ക്രൂയിസിൻ്റെ ഒരു അലോയ്സ് കാണിച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ കുറേ പേരിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഈ സ്ഥലം നമ്മുടെ എറണാകുളത്ത് പുല്ലേപ്പടിയിലായിട്ടാണ്. അപ്പോൾ ഇവിടെ ഇന്നലെ ഞാൻ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളെയും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരുപാട് സ്പെയർ പാർട്സ് ഓൾറെഡി ഇത് കണ്ടില്ലേ ഹാങ് ചെയ്തിട്ടുണ്ട്. പല ടെയിൽ ലാംപ്സ്, ഹെഡ് ലൈറ്റ്സ്, അതുപോലെ തന്നെ എൻജിൻ, അതുപോലെ തന്നെ മീറ്റർ കൺസോള്, റേഡിയേറ്റർ, അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അലോയ്സസ്, പിന്നെ അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ നമുക്ക് കാറിൻ്റെ പാർട്സ്, പിന്നെ 2 വീലർ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നമുക്കിവിടെ പൊളിക്കാനിട്ടേക്കുന്ന വണ്ടികളും ഉണ്ട്. അതുകൊണ്ട് ബെൻസ്, സ്കോഡയൊക്കെ കിടക്കുന്നുണ്ട്. സീറ്റ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, സ്റ്റിയറിങ്, അങ്ങനെ വൈ സംസാരിക്കോ, എനിക്ക് നാണമാണ്. അവരിപ്പോൾ നമ്മളിവിടെ കാഷ്വലായിട്ട് വന്നതാണ്, നമ്മൾ ഇത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അങ്ങനെ ഇവിടെ ഇട്ടതാണ്. ഏതാണ് അലോയ്സും ഇത് കൊള്ളാട്ടെ, ഈ അലോയ്സ് കൊള്ളാവേ. ഇത് ഏതിന് മാച്ച് ആവും പയ്യ? ഇന്നോവ. ആ ഗൈസ്, ഇന്നോവയൊക്കെ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഇന്നോവയ്ക്ക് ഇത് സ്യൂട്ട് ആയിരിക്കോട്ടെ. എനിക്ക് ഇതാ BMW. അമ്പോ, ഇതൊക്കെയാ? ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇഗ്നീസിനൊക്കെ പറ്റില്ലേ? ലെനിയ പുണ്ടോ. ഓക്കെ. ആ ഓക്കെ. സംസാരിക്കോ പയ്യ, സംസാരിക്കോ? ഇല്ല, എന്താണ് ഓക്കെ. പിന്നെ അങ്ങനെ കൊറേ പാർട്സ് വേറെ ഉണ്ട്. ഇതേ ഇവിടെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് ലൈറ്റ്, അതുപോലെ തന്നെ ടെയിൽ ലൈറ്റ് ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പല ബ്രാൻഡ്സിന്റെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഏതിൻ്റെയാണാവോ ദൈവമേ. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഷോക്ക് അബ്സർബർ, അതൊക്കെ ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഇവിടെയൊക്കെ ഷോക്കൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാത്തിനും കിട്ടും കേട്ടാ. പിന്നെ നമ്മുടെ ഫ്യൂവലൊക്കെ അടിക്കുന്നതിൻ്റെ തോന്നുന്നു, ഫ്യൂവലല്ല, നമ്മളുടെ ബോണറ്റിൻ്റെ അകത്ത് വരില്ലേ, നമ്മൾ മറ്റേ ഇതടിക്കത്തില്ലേ, എന്തുവായിരുന്നു അതിൻ്റെ പേര്? എടാ മറ്റേ കൂളിൻ്റെ ഒക്കെ ഒഴിക്കുന്നതല്ലേ ഇത് അല്ലേ ഭയ്യ? പക്ഷെ എനിക്ക് ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ വണ്ടിയിലുള്ളത്. ഭയ്യ ഇതെന്തുവായിരുന്നു ഭയ്യ? മാസ്റ്റർ സിലിണ്ടർ. അപ്പൊ അത് മാസ്റ്റർ സിലിണ്ടറോ? അതാണ് എനിക്ക് എക്സാക്ട് കണ്ടപ്പോ എനിക്ക് ഇതിന്റെ ടെക്നിക്കൽ നെയിം ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ടിട്ടാണ് നമ്മളിപ്പോഴും കാണണമെന്നാണ്. അതെ, ഓരോ ഞാൻ അത് തന്നെ, എനിക്ക് എല്ലാം തികഞ്ഞിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും, അറിയാവുന്ന ആൾക്കാർ കളിയാക്കാതെ അത് പറഞ്ഞു തരിക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതാണ് ഭയ്യ? ഓൾട്ടർനേറ്ററോ? പിന്നെ കംപ്രസർ, പവർ സ്റ്റിയറിംഗ് പമ്പ്. ഓക്കെ, ഏത് ആ സൈഡിലിരിക്കുന്നതല്ലേ? ഓക്കെ. അത് ഏത് വണ്ടിയുടെ ഒക്കെയാണ് അത്? എല്ലാ വണ്ടിയുണ്ട്.
ഇവിടേക്ക് ഇരിക്കുന്നത് നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കംപ്രസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിലൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതേ നമ്മുടെ വണ്ടിയുടെ മിററൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടതേ വണ്ടിയുടെ മിറർ ഇരിക്കുന്നുണ്ട്. ഇതെന്തായിരുന്നു ഭയ്യ? ഫ്യൂൽ പമ്പ്. ഓക്കെ, ഫ്യൂൽ പമ്പ്. അവിടെ പിന്നെ അറിയാലോ, ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയാലോ, ഒരു വണ്ടിയുടെ ഹൃദയമാണ് ഈ കിടക്കുന്നത് മൊത്തം. എന്തോരോ സാധനങ്ങളല്ലേ. എൻ്റെ അമ്മോ. പക്ഷേ കേരളത്തിലെ ആൾക്കാർ പറയുന്നത്, എൻ്റെ ആ ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആവുള്ളതെന്ന്. ഞാൻ കൊടുത്ത വണ്ടി അല്ലെങ്കിൽ ഞാൻ സെയിലിന് വീഡിയോ ഇട്ടിട്ട വണ്ടി മാത്രമേ ആക്സിഡൻ്റ് ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നിപ്പോൾ അങ്ങനെ ആക്സിഡൻ്റ് ആയ വണ്ടി ആക്സിഡൻ്റ് ആവാത്ത വണ്ടി അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പറഞ്ഞ് കച്ചവടം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ വീഡിയോയിൽ പറഞ്ഞില്ല, അതുകൊണ്ട് ഡയറക്റ്റ് ആ കസ്റ്റമർ വണ്ടി നോക്കാനായിട്ട് വരില്ല. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാം. ചേട്ടാ ഇന്ന പോലെ കംപ്ലയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന പോലെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കസ്റ്റമറോട് പറയാം. നമുക്കിപ്പോൾ പറഞ്ഞ് കത്തിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അതെ, അതും ശരിയാണ്. ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ വണ്ടിയുടെ ഡോസ്, പല വണ്ടിയുടെ ഡോറും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ മൊത്തം ഡോറാണ്. എല്ലാ വണ്ടിയുടെ പല വണ്ടിയുടെ ഡോസാണ് ഈ ഒരു സൈഡിൽ കിടക്കുന്നത്. പിന്നെ അതുപോലെ ഇവിടെ സ്റ്റിയറിംഗ് ഒക്കെ കിടക്കുന്നുണ്ട്, കണ്ടോ സ്റ്റിയറിംഗ്. പിന്നെ അത് ഇവിടെ ഒരു ബെൻസ് പൊളിക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്പെയർ പാർട്സ് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കിപ്പോൾ വണ്ടി പൊളിക്കാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്നതാണ്. ഞാൻ കോൺടാക്ട് നമ്പർ ഞാൻ ചിലപ്പോഴേ കൊടുക്കത്തുള്ളൂ. കാരണം ഇന്നലെ ആ ഷെവർലൈറ്റിൻ്റെ ആ ഒരു അലോയ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വരിക, ഡയറക്റ്റ് വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ അത് ഡീൽ ചെയ്യുക എന്നുള്ളത് ഞാൻ പറയുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ടയേഴ്സൊക്കെയാണ് കിടക്കുന്നത്, കണ്ടോ. ടയേഴ്സ് മാത്രമല്ല, അതിലിതേ അലോയ്സും ഉണ്ട്, കണ്ടോ. അതെ, അലോയ്സ് ഒക്കെ ഉണ്ട്. നോക്കിയെടുക്കണം, നല്ല കിട്ടും, കിട്ടാതിരിക്കത്തില്ല. ഇപ്പം എൻ്റെ അടുത്ത് ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞേ കോയമ്പത്തൂർ വരാം. കോയമ്പത്തൂർ ഞാൻ പോയിട്ടുണ്ടില്ല, ഞാൻ പറയല്ലോ. പക്ഷേ ഇപ്പം എനിക്ക് അവിടം വരെ പോയിട്ട് കോയമ്പത്തൂർ വരെ പോയിട്ട് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഞാൻ നോക്കിയത്. എന്നാൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നതാ. പിന്നെ ഇത് ഇവിടെ ആയിട്ട് ഞാൻ ഇന്നലെ ഒരു വണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ, അതൊക്കെ കൊണ്ടുവന്നേക്കാണ് കേട്ടോ, പൊളിക്കാനായിട്ട് ഇട്ടേക്കുന്നത്. ഹോണ്ട സിറ്റി, അതുപോലെ തന്നെ 800. അതെ, ആക്സിഡൻ്റ് ആയി. ക്രൂയിസ് എവിടെയാടാ? ക്രൂയിസ് അപ്പുറത്താണ്. ദേ ഇതിൻ്റെ അലോയ്സ്, ഈ അലോയ്സാണ് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നത്. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് ക്രൂസിന് മാത്രമേ സ്യൂട്ട് ആവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ വേറെ കുറേ പേര് പറഞ്ഞില്ല, ക്രൂസിന് മാത്രമല്ല വേറെ ഏതൊക്കെയോ വണ്ടിക്കൊക്കെ സ്യൂട്ട് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തേട്ടാ, അലോയ്സ് വേറെ ഏതെങ്കിലും സ്യൂട്ട് ആകോ? മനസ്സിലായോ? ടയറേ വേറെ സൂട്ടാകുമോ? ടയറല്ല, അലോയ്സ് സ്യൂട്ടാവും. ഓമിനി ആദ്യമായിട്ടാണ് ഇങ്ങനെ മറിഞ്ഞിടക്കുന്നത് ഞാൻ കാണുന്നത് കേട്ടോ. ഇവിടെ ദേ അവിടെയൊക്കെ വേറെ കുറേ വണ്ടികളുണ്ട്. യുവ, പിന്നെ അതുപോലെ തന്നെ ഫോർഡ് ഫീസ്റ്റ, പിന്നെ അതുപോലെ തന്നെ ഇതേ ഫോർഡ് ഫീഗോ, സിറ്റി, ഹോണ്ട സിറ്റിയൊക്കെ പൊളിക്കാനിട്ടേക്കണം നമുക്ക്. ഇവിടെ ഇതേ ഹോണ്ട സിറ്റി, ദേ ഇക്കോ, കുറേ വണ്ടിയുണ്ട്.
ഇൻഡിക്ക. അയ്യോ ഇത് പൊളിക്കാൻ വന്നല്ല. അയ്യോ കലക്കം വണ്ടിയല്ലേ. കളർ എനിക്കിഷ്ടപ്പെട്ടു. കണ്ട ഇവിടെയും കുറേ വണ്ടികൾ അടക്കുന്നുണ്ട് കേട്ടോ. സാൻഡ്രോ പിന്നെ നാനോ. അതെ അത് നോക്കിയെടുക്ക. സൈലൻസാ. ആ ഏത് വണ്ടിയാന്ന് മനസ്സിലാവുള്ളല്ലോ. നമ്മുടെ പോലീസിന്റെ അവസ്ഥ ഇതുപോലെയായിരുന്നു. അതെ ഇപ്പം അതൊക്കെ സെറ്റപ്പ് ആക്കി നമ്മ. ഞാൻ ആക്ച്വലി കോളീസിനൊരു നല്ല അതെ ഒമിനി ഒമിനി പിന്നെ വാഗനർ അല്ലേ. വാഗനർ അത് ഹോണ്ട സിറ്റി അല്ലേ ആണാ? ഡിസൈറാ? അല്ലല്ല അങ്ങനെ ഒന്നും എനിക്ക് മനസ്സിലാവുള്ളത് ഏത് വണ്ടിയാന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. യെസ് അതായിരിക്കും നല്ലത്. ചിലരൊക്കെ ഇതിൽ അഗ്രാണ്യന്മാരായിരിക്കും. ഇതേ ഒരു യു ഇവിടെ കിടക്കുന്നുണ്ട്, ഒരെണ്ണം അവിടെയും കിടക്കുന്നുണ്ട്. ഷെവർലെറ്റിന്റെ ആൾട്ടോയാ? കുറെ ഉണ്ട് കേട്ടോ, കുറെ വണ്ടി ഉണ്ട്. ദേന ഒരു ദേ ബലേനോ. ഇവിടെയും കുറെ പാർട്സ് ഇറക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഇല്ലേ ഇതിന്റെ ആ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ഇല്ലേ സണ്ണി, ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ഇല്ലേ അതൊക്കെ അവൈലബിൾ ആണ്. ഫ്രണ്ട് ഗ്ലാസ് പിന്നെ ബാക്ക് ഗ്ലാസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. അതെ അത് അത്രേ ഉള്ളു സത്യം. പിന്നെ ഇതേ ഓപ്പൺ ചെയ്യണ സാധനങ്ങളൊക്കെ ഉണ്ട്. ഗിയർ നോബ്, ഇൻഡിക്കേറ്റർ, മീറ്റർ ഇതൊക്കെ AC ലെൻസ്, പിന്നെ സീറ്റ് ബെൽറ്റിന്റെ ക്ലിപ്പ്, പിന്നെ ഇത് എൻ്റെ അടുത്ത് ഇന്നൊരാൾ ചോദിച്ചായിരുന്നു നമ്മൾ മറ്റേ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ താഴെ വരുന്ന ആ ഒരു കമ്പിയില്ലേ ആ സാധനം ഉണ്ടോന്ന് ചോദിച്ചു. ചേട്ടൻ ഇങ്ങോട്ട് നേരെ വന്നു. ലൊക്കേഷൻ എന്നെ വിളിക്കണ്ട, എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി നമ്മള് വണ്ടികളും കച്ചവടം അതിന്റെ ചെയ്യുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എന്നാലും അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് വിളിച്ചോണ്ടിട്ടാണ്. എന്നാ പിന്നെ നമുക്ക് ഇവിടെ ഒന്നൊരു വീഡിയോ ചെയ്താൽ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോ. അതെ അല്ലല്ല അങ്ങനെയല്ലടാ, എല്ലാരും അങ്ങനെയല്ല, ആവശ്യക്കാരുണ്ട്. അത്തരത്തിലുള്ള ആളുകളിലേക്ക് അത് പോയിക്കോളും. രാത്രി 12 മണിക്ക് 2 മണിക്കൊക്കെയാണ് കോള് വന്നേക്കണം. ആ പിന്നെ ഒരു 800 അവിടെ പൊളിക്കാനിട്ടേക്കണ് തവേര. ഇത് ഹോണ്ട സിറ്റിയാണ്. ഹോണ്ട സിറ്റി ഹെഡ്ലൈറ്റ്. ഇതൊക്കെ ഏതിൻ്റെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കല്ലേ കേട്ടാ. സിങ് ചിലതിൽ എഴുതിയിട്ടുണ്ടോ, ചിലതൊന്നും നമുക്ക് ഒറ്റടിക്ക് അങ്ങനെ മനസ്സിലാവില്ല. ഇന്നലെ സാൻഡ്രോന്റെ ഹെഡ്ലൈറ്റിനാണ് ഞാൻ ക്രൂസിന്റെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞത്. അല്ല ശരിയാണ്, ഇതൊക്കെ ഒന്ന് മറ്റേ റീസ്റ്റോറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ് സത്യം. ഇന്നലെ എന്നൊരാൾ കളിയാക്കിയപ്പോ ഞാൻ പറഞ്ഞായിരുന്നു നീ ആക്രി പെറുക്കി കിടക്കണം. ഞാൻ പറഞ്ഞു കിടക്കുന്നു, ഞാൻ പറഞ്ഞുതരാം ഒരു സെക്കൻഡ്. ഇതുപോലും കാശാണ് അറിയാവോ, ഇതുപോലും. ആ അത് വെയിറ്റ് ഉണ്ട്. ഇതെന്താണിത്? യെസ് എയർ ഫിൽട്ടർ. ഇതൊന്നും എടുക്കണോ ഞാൻ പറയില്ല, അതൊക്കെ നമ്മൾ പുതിയത് തന്നെ വാങ്ങിച്ചു വെക്കണം കേട്ടോ നല്ലത്. അത് നല്ലതാണ്. ഈ സാധനം വേണ്ട, ഈ സാധനമൊക്കെ പുതിയത് വാങ്ങിച്ചു വെക്കണം നല്ലത്. അല്ല പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം.
ഏത് ഇത് ഏതിൻ്റെന്നാവോ? ഇത് കത്തിക്കിടക്കണോനെ. ഇവിടെയും കുറെ സ്റ്റിയറിംഗ് കിടക്കുന്നുണ്ട്, പിന്നെ ഫിൽറ്റർ കിടക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ഈ ക്ലാഡിങ് ഒക്കെ ഇല്ല അത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബമ്പറൊക്കെയാണ് ഇവിടെ കിടക്കണത് കൂടുതൽ. കണ്ട ഫ്രണ്ട് ബമ്പർ ടാറ്റയുടെ വണ്ടി. ഗൈസ്, അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ ഷെവർലെറ്റ് ക്രൂസിന്റെ ഒരു അലോയ്സ് കൊടുക്കാനായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ പാർട്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും തന്നെ ആ അലോയ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വന്ന് എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, ഇപ്പോൾ ഇതേ കണ്ട ഇതെല്ലാം ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓരോന്നോരോന്നായിട്ട്. ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന് കിട്ടും, നാളെ കിട്ടില്ല. നാളെ ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. ഓക്കെ, ഡേ ബൈ ഡേ ഒരുപാട് വണ്ടികൾ വന്നും പോയിക്കൊണ്ടിരിക്കുക. എല്ലാം ഉണ്ട്. ഷെവർലെറ്റിൻ്റെ ലോഗോ ഉണ്ട്, പിന്നെ ഷെവർലെറ്റിന് എഴുതിയൊക്കെ ഉണ്ട്, ടെയിൽ ലൈറ്റ് ഉണ്ട്, ബാക്ക് ബമ്പർ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്തൊക്കെ വേണോ, ഗ്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ സീറ്റ് ഉണ്ട്. കണ്ടല്ലോ, കണ്ട മീറ്ററൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് അഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കോൺടാക്ട് നമ്പർ കൊടുക്കുള്ള, കാരണം ഇവർക്ക് നല്ല തരാമെന്ന് നല്ല കോൾസ് വരും. ആവശ്യക്കാർ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുക, വാങ്ങിക്കുക. വണ്ടി പൊളിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഡയറക്റ്റ് ഡീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.